ഹലോ എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി ഈ ഇൻഡെക്സസ് അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് ലേണിംഗ് പർപ്പസ് അനാലിസിസ് ആണ്. നമ്മളിവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാം ലേണിംഗ് പർപ്പസ് ആണ്. സോ നമ്മൾ അനാലിസിസ് അടക്കാം. ഈ അനാലിസിസ് നമ്മൾ മൺഡേത്തേക്കുള്ള അനാലിസിസ് ആണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മുടെ ചാർട്ട് അനാലിസിസ് കിടക്കാം. നിഫ്റ്റിയുടെ ഐ തിങ്ക് ബിഗർ ടൈം ഫ്രെയിമിലാണ് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഫസ്റ്റ് എത്ര ലെവൽസാണ് ഞാൻ ലാസ്റ്റ് വീഡിയോ ഷെയർ ചെയ്തായിരുന്നു. ഇവൻ മാർക്കറ്റിലെ ഒരു വീക്ക്നെസ് ഇതുവരെ ഒന്നും കാണുന്നില്ല. ഇങ്ങനത്തെ സ്മോൾ റെസിസ്റ്റൻസ് വരെ ഞാൻ ഷെയർ ചെയ്തായിരുന്നു. എൻ്റെ പ്രൈസ് ലാസ്റ്റ് നമ്മുടെ മോളിലത്തെ ടോപ്പ് റെസിസ്റ്റൻസ് വരെ ടച്ച് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇരിക്കുക. ഒരു സ്ട്രക്ചറിലൊരു വീക്ക്നെസ് സ്റ്റിൽ ഇല്ല. ഓക്കെ, സോ ഇതായിരുന്നു ലാസ്റ്റ് നമ്മുടെ ഒരു ബിഗർ ടൈം ഫ്രെയിം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഐ തിങ്ക് വീക്കെൻഡാണ്. വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് യൂഷ്വലി ഞാൻ ലേണിംഗ് വീഡിയോസ് ഇടാറുണ്ട്. ബട്ട് ഇപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ലേണിംഗ് വീഡിയോസ് ഇടാനുള്ള ഒരു ടൈം ഷോർട്ടാണ് എനിക്ക്. എന്തായാലും നെക്സ്റ്റ് മന്ത് മുതൽ നമുക്ക് നോമ്പ് കഴിയുമ്പോൾ തന്നെ ഒരാൾ കഴിയുമ്പോൾ തന്നെ ഐ തിങ്ക് ഫ്രീ ആകുമ്പോഴത്തേക്ക് ഞാൻ ഷുവറായിട്ട് ലേണിംഗ് വീഡിയോസ് ഇടാം. ഇപ്പോൾ ഒരു ഫ്രീ ടൈമാണ്. സോ നമുക്ക് ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാം, ബിഗർ ടൈം ഫ്രെയിമിൽ ഫ്രം നിഫ്റ്റി. ഓക്കെ, ഈ ഒരു ചാനൽ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു ഇപ്പോൾ. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം. കുറച്ച് പേര് നമ്മുടെ റെഗുലർ വ്യൂവേഴ്സ് ഉണ്ട്, അവർക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. ഐ തിങ്ക് ഒത്തിരി പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടല്ലോ, മസ്റ്റായിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് പ്രൈസ് നമ്മൾ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. 1 2 3 4 5 വേവ് ഇവ കംപ്ലീറ്റ് ആയി ആൻഡ് 5 വേവ് ബോട്ടം ഉണ്ടാക്കിയോ ഇല്ല. 2 പ്രാവശ്യം അങ്ങനെ ഒരു ഇത് വന്നു. ബോട്ടം ഉണ്ടാക്കി 1000 പോയിൻറ്റ്സ് റേലി, വീണ്ടും ഫോൾ വന്നതിന് വീണ്ടും ഇപ്പോൾ ഒരു ബൗൺസ്. അത് ഇനി ബൗൺസ് ആണോ റാലി ആണോ അതാണല്ലോ ഇപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മുടെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവുമല്ലോ. ഓക്കെ, നമുക്ക് ക്ലിയർ ചെയ്യാമെന്ന് വെച്ചാൽ എങ്ങനെ ഇത് ഫസ്റ്റ് ബിഗർ ടൈം ഫ്രെയിമിൽ തന്നെയാണ് നമ്മളിപ്പോൾ ചാർട്ട് അനാലിസിസ് ചെയ്യാൻ പോകുന്നത്. ബട്ട് ഈ ഒരു അനലൈസിസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞേക്കാം, നമ്മുടെ ഈ അനലൈസിസ് ജസ്റ്റ് ലേണിംഗ് പർപ്പസ് അനലൈസിസ് ആണ്. സോ ഈ ബേസിൽ ആരും റിസ്ക് എടുക്കേണ്ട, ലേണിംഗ് ആയിട്ട് ഇതിലെടുക്കുക, ലേൺ ചെയ്യുക, ഏൺ ചെയ്യുക, അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. സോ ലേണിംഗ് ആയിട്ട് എടുക്കണം കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഈ ഇപ്പോൾ മേജർ ഹൈ ആൻഡ് മേജർ ലോ. ഓക്കെ, മേജർ ഹൈ ആൻഡ് മേജർ ലോ. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ലോ ഇതാണ്. ഓക്കെ, സോ അതാണ് അത് മേജർ ലോ എന്ന് പറയും. അവിടെ നമുക്കൊരു ഫിബൊനാച്ചി യൂസ് ചെയ്യുന്ന ടൂൾ. ഓക്കെ, ഫിബൊനാച്ചി ടൂൾ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഫിബോ ട്രേസ്മെൻറ്റ്, സോ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ഫിബൊനാച്ചിയുടെ ആ ഒരു ടൂൾ നമ്മൾ യൂസ് ചെയ്ത് ഫ്രം ടോപ്പ് ടു ഹൈ. ഓക്കെ, സോ ഇനി ഉണ്ടല്ലോ പ്രൈസ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രൈസ് ശരിക്കും ഈ ഒരു ഫസ്റ്റ് വൺ ഡേ ടൈം ഫ്രെയിമിൽ ഫസ്റ്റ് വേവ് മിനിമം 61.80 വരെ പോകേണ്ടതാണ്. അപ്പോഴേ ഇനി കൺഫർമേഷൻ അപ്പോഴേ കിട്ടുകയുള്ളൂ. നേരത്തെ നമ്മൾ പണ്ട് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു, അവിടെ ബോട്ടം ഓൾമോസ്റ്റ് ആയി എന്ന് പറഞ്ഞ്. ബട്ട് അവിടെ നിന്ന് പ്രൈസ് ഓൾമോസ്റ്റ് 1000 പോയിൻറ്റ്സ് ബൗൺസ് ചെയ്തു ആൻഡ് അവിടെ നിന്ന് വീണ്ടും ഫോൾ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നെക്സ്റ്റ് ബോട്ടം എപ്പോൾ അടിക്കുന്നു അതിന് നമുക്ക് കൺഫർമേഷൻ ഒത്തിരി പാടെന്ന് വെച്ചാൽ അതിൻ്റെ കൺഫർമേഷൻ നമുക്ക് എളുപ്പത്തിന് കിട്ടുകയില്ല. എളുപ്പത്തിന് അതിൻ്റെ ആ ഒരു ബോട്ടം ഔട്ടായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കൺഫർമേഷൻ നമുക്ക് ഇനി കിട്ടുകയില്ല, ഈസിലി കിട്ടത്തില്ല. ഓക്കെ, ഇനി ഇനി ഈ അടിച്ച ഒരു ബോട്ടം ഉണ്ടല്ലോ, അത് ബോട്ടം ആണോ ഇല്ല അതിൻ്റെ കൺഫർമേഷൻ എപ്പോഴാണെന്ന് അറിയാമോ? ഈ ഒരു റാലി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു റാലി ഉണ്ടല്ലോ, ആ റാലി മിനിമം നമ്മൾ 61.80, ദാറ്റ് മീൻസ് 24,620 or 30, ആ ഒരു 650 നിയർ ഞാൻ പിൻ പോയിൻ്റ് വെച്ചിട്ടില്ല. സോ ഓൾമോസ്റ്റ് ഇത്ര വരെ പോകേണ്ടതാണ്. മനസ്സിലായോ? ഇത്ര വരെ ഈ പ്രൈസ് പോയാലേ ഫുള്ള് വൺ ഡേ ടൈമിൽ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ആവും. ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1 മേജർ വേവ്. ഡെയിലി ടൈം ഫ്രെയിമിൽ അതിന് ഡിഗ്രിയാണ് പറയണേ. നമ്മൾ അതിലേക്ക് വന്നിട്ടില്ല. അത്രയ്ക്ക് എനിക്ക് ആക്ച്വലി കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ല നിങ്ങൾക്ക്. ബട്ട് ഇൻ ഷോർട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ വരെ ഈ സ്റ്റാർട്ട് ചെയ്ത ഇപ്പോൾ ഇനി നമ്മൾ വൺ ഡേ ടൈം ഫ്രെയിമിൽ നോക്കണം. ഇത് 1 2 3 സ്റ്റാർട്ട് ആയിട്ടുള്ളൂ. പിന്നെ 4th and 5th ആ 5th വേവ് ഉണ്ടല്ലോ, സ്മോൾ ടൈം മറ്റേ ഇതിൻ്റെ ഈ ഒരു സ്ട്രക്ചറിൻ്റെ 5 മൂവ്സ് ഇവിടെ മിനിമം ഇവിടെ ടച്ച് ചെയ്യണം. ഇവിടെ ടച്ച് ചെയ്തില്ലെങ്കിൽ വീക്ക്നെസ് ആണ്.
ടച്ച് ചെയ്താൽ അപ്പോൾ നമുക്ക് പറയാം ബുൾസ് ഇവിടെ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറയാം. മനസ്സിലായോ? സോ പ്രൈസ് ഇനി അപ്കമിങ് ടൈമിൽ ഈ റാലി നിങ്ങൾ പറഞ്ഞിട്ട് റാലി ഇവിടെ ഒത്തിരി സ്ട്രെച്ച് ആയിട്ടേ ഇല്ല, ഒന്നുമില്ല ഈ റാലി. ഇപ്പോൾ ബോട്ടം ഔട്ട് ആയി എന്ന് നിങ്ങൾ വിചാരിച്ചാൽ ഇത് ബോട്ടം ഔട്ട് ആയിട്ടേ ഇല്ല. ഇവിടെ വരെ വന്നാൽ പിന്നെ ഇവിടുന്ന് ഒരു ഡിഗ്രി, ഒരു വേവ് ഫുൾ ഒരു ഡിഗ്രി, അത് ആ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1 day ടൈം ഫ്രെയിമിൽ നമ്മൾ ഡിഗ്രി പറയും, എന്നുവെച്ചാൽ സ്മോൾ ടൈം ഫ്രെയിമിൽ വേവ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് ഒരു ഇതാണ് നമ്മൾ വേവ്സ് നമ്മൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ടിൽ ചെയ്യാൻ ഒത്തിരി സമയമെടുക്കും, ഒത്തിരി റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു റൂൾ. ദാറ്റ് മീൻസ് 61.80% അവിടെ ടച്ച് ചെയ്താലേ നമുക്കൊരു കൺഫർമേഷൻ കിട്ടും. യെസ്, ഒരു കൺഫർമേഷൻ കിട്ടുള്ളൂ. അപ്പോഴാണ് ഒരു വേവ് കംപ്ലീറ്റ് ആക്കിയിട്ട് ദെൻ അതിൻ്റെ സെക്കൻഡ് വേവിയുടെ ഫോൾ, ഒരു ഡിഗ്രി ആൻഡ് ഒരു മേജർ വേവ് കംപ്ലീറ്റ് ആകും ഡെയിലി ടൈം ഫ്രെയിമിൽ. ആൻഡ് ദെൻ ഒരു ഫോൾ വരും. ആ ഫോൾ ഈ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല ആ ഒരു സമയത്ത്. മനസ്സിലായി? അത് 81.00% വന്ന് എവിടെയെങ്കിലും സ്റ്റക്ക് ആവണം. ആൻഡ് ദെൻ ഇവിടുന്ന് ബൈങ് സ്റ്റാർട്ട് ആവുകയാണെങ്കിൽ അപ്പോൾ പറയാം ഇപ്പം ബോട്ടം ഔട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോഴും അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവും. സോ കുറേ സമയം എടുക്കുന്നു, മനസ്സിലായോ? കാരണം ഇപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിലാണ്. സോ നമുക്ക് ഒരുപാട് സമയം എടുക്കുക. ഇവിടെ വരെ പോയിട്ട് പിന്നീട് തിരിച്ച് വരുവാണെങ്കിൽ ആ സമയത്ത് ഈ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ലോ ബ്രേക്ക് ചെയ്യാതെ ഇവിടുന്ന് പ്രൈസ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് പോർട്ട്ഫോളിയോയിൽ എന്തെങ്കിലും ആഡ് ചെയ്യാൻ തുടങ്ങാം. അല്ലേ? ഈ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൊളാപ്സ്, പിന്നെ വീണ്ടും താഴേക്ക്, പിന്നെ ന്യൂ ഒരു ലോ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ടാകും. സോ ഈ സമയത്ത് നമുക്ക് ഒരു ബോട്ടം ഔട്ട് ആയി ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു കൺഫർമേഷൻ ഒരു പൊടിക്ക് തരാൻ പറ്റില്ല. മനസ്സിലായോ? അതാണ് ഇപ്പോൾ ഇനി അങ്ങനത്തെ ഒരു റൂളായി ഇങ്ങനത്തെ ഒരു. ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും കൂടി. ഇനി നമുക്ക് വേഗം 1 hour ടൈം ഫ്രെയിമിൽ കിടക്കാം. 1 hour ടൈം ഫ്രെയിമിൽ ഇത് വേവ് 3ലേക്കാണല്ലോ. അപ്പം നമ്മുടെ പിള്ളേർ ഇത്രയും നമ്മുടെ റെഗുലർ വ്യൂവേഴ്സ് ഉണ്ട്, അവർക്ക് ഒരു കൺഫ്യൂഷൻ, റാലി മിസ്സായി ഇത്രേ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. 2-3 എൻ്റെ ഫ്രണ്ട്സും ഉണ്ടല്ലോ, അവരുടെ തന്നെയോടൊരു സംശയം, ഡൗട്ട്സും അതൊക്കെ എല്ലാം ഇത്രേ പോയി, ഇതൊന്നും പോയിട്ടില്ല, ഇനി പോകാൻ കിടക്കണുള്ളൂ. തേർഡ് വേവ് ഐ തിങ്ക് കുറച്ചുകൂടി മുകളിലേക്ക് പോയിട്ട് പിന്നെ 4th, 8th, പിന്നെ 5th മിനിമം ഇവിടെ വരെ പോയാലേ അതിൻ്റെ ഒരു തൃപ്തി കിട്ടത്തുള്ളൂ. ദാറ്റ് മീൻസ് അപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ ബോട്ടമായി ആ ഒരു ബോട്ടത്തിൻ്റെ ഒരു ഫോർമേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് ആളുകൾ പിന്നെ ഇൻട്രസ്റ്റഡ് ആവുള്ളൂ പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ. ഇതുവരെ ആരും പോർട്ട്ഫോളിയോ ഉണ്ടാക്കാനുള്ള അതിലേക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടില്ല, മേജർ ആളുകൾ. മനസ്സിലായോ? മെയിൻ മേജർ ആളുകൾ ഇതുവരെ ആയിട്ടില്ല. സോ എങ്ങനെ വേവ് നമുക്കത് പറയാം. വേവ്സ് നമ്മൾ എടുക്കാം. എല്ലിറ്റ് വേവ്, ഇമ്പൾസ് വേവ് 1, 2, 3, 4. ഓക്കെ, ഇതാണ് വേവ് 1. ഇവിടെ വേവ് 2 ഇങ്ങനെ. വേവ് 3 ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ തീരുന്നു എനിക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. ഐ തിങ്ക് ഇവിടെ എവിടെയെങ്കിലും തീരും. 23,500-600 ആ റേഞ്ച് തീരേണ്ടതാണ്. ദെൻ അവിടെ നിന്ന് ഒരു കറക്ഷൻ വരും. എത്ര വരെ വരും നമുക്ക് നോക്കാം. ആൻഡ് ദെൻ പിന്നെ ഇവിടുന്ന് ഒരു 5th വേവ് സ്റ്റാർട്ടാകും. 5th വേവ് ഇവിടെ എവിടെയെങ്കിലും തീരുമോ അല്ലെങ്കിൽ ഇത് ടച്ച് ചെയ്യുമോ, അതാണ് നമുക്ക് നോക്കാനുള്ളത്. സോ ഇങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ സ്ട്രക്ചർ കാണുന്നത് ഇൻ ബിഗർ ടൈം ഫ്രെയിം. മനസ്സിലായോ? ഇൻ ബിഗർ ടൈം ഫ്രെയിമിൽ ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞല്ലോ. ഇനി സ്മോൾ ടൈം ഫ്രെയിമിൽ സ്ട്രക്ചർ കിടക്കാം. സ്മോൾ ടൈം ഫ്രെയിം സ്ട്രക്ചർ ചെയ്താൽ 15 minutes ടൈം ഫ്രെയിമിൽ. 15 minutes ടൈം ഫ്രെയിമിൽ ഇത് തേർഡ് വേവ് ആണല്ലോ. 1, 2, 3 തേർഡ് വേവിലാണല്ലോ. തേർഡ് വേവിൽ ഇൻറ്റർണൽ സ്ട്രക്ചർ നമ്മൾ നോക്കുവാണെങ്കിൽ സ്മോൾ സ്ട്രക്ചർ നമ്മൾ ഇവിടെ നിന്ന് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ, സോ ഇത് 1 ഇവിടെ വരെ, ഇതിൻ്റെ ഹൈ ഇതുവരെ ബ്രേക്ക് ചെയ്തില്ല. സോ ഇതാണ് ലോ, ഇത് ലോ ബ്രേക്ക് ചെയ്തത്. സോ ഇത് 2 ആയി. ഇത് ഫുള്ള് 3ലേക്കാണ്, കാരണം പ്രൈസ് ബ്രേക്ക് ചെയ്തത് ഇവിടെയാണ്. ഓക്കെ, സോ ഇതാണ് ഫുൾ 3. ഇതൊക്കെ എല്ലാം 1 and 2ലേക്കും. ഇത് ഫുൾ 3 ആണ്. സ്മോൾ കൗണ്ടിങ് ചെയ്യുമെങ്കിൽ ഇത് 3 ഇവിടെ തീരുന്നു. 4, 5, 6, 7, 8, 9, 10, 11, 12, 13 to 17 വരെ സ്മോൾ സ്ട്രക്ചർ എക്സ്റ്റെൻഡഡ് ഇതിലേക്ക് പോകാറുണ്ട്. എക്സ്റ്റെൻഡഡ് വേവ്, തേർഡ് വേവ് എക്സ്റ്റെൻഡഡ് വേവ് ആണ്. കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ പഴയ ലാസ്റ്റ് മന്ത്ലി വീഡിയോസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും ഞാൻ ഫോഴ്സ് ചെയ്യുന്നത് തേർഡ് വേവ് പിടിക്കുക. തേർഡ് വേവ് കാരണം വെച്ചാൽ തേർഡ് വേവ് എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഒരു പവർഫുൾ വേവ് ഉള്ളൂ.
ദാറ്റ് മീൻസ് ബിഗ് ഫണ്ട്സ് ബിഗ് മണീൻ്റെ ഒരു വേവ് എന്ന് പറഞ്ഞാൽ തേർഡ് വേവ് ആണ്. അവരുടെ ആ മണി കൊണ്ടാണ് ഈ വേവ് അത്രയ്ക്ക് പോവുകയുള്ളൂ. എപ്പോഴും പോവില്ല, അത് ശ്രദ്ധിക്കുക. പക്ഷേ നമുക്ക് കണ്ടുപിടിക്കാം. അത് ഒരു ഒത്തിരി റൂൾസ് ഉണ്ട് ഇതിനകത്ത്. ആ ഒരു റൂൾ നമ്മൾ സെക്കൻഡ് വേവിൽ ജനറേറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ഫോം ആവുകയാണെങ്കിൽ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാം, എക്സ്പെക്റ്റ് ചെയ്യാം, യെസ് ഇത് അത്രയ്ക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, ആ റൂൾസ് ഈസിലി എനിക്ക് പറയാൻ പറ്റില്ല. സ്ലോലി എല്ലാം ഓരോരോ വീഡിയോസിൽ ഞാൻ ട്രൈ ചെയ്യാം. കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നില്ലല്ലോ. കമൻറ്റ് ചെയ്താലേ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ ആരും കമൻറ്റ് ചെയ്യുന്നില്ല. അത് എല്ലാവരും കൂടി ഒത്തിരി പേര് കാണാറുണ്ട് ഈ വീഡിയോ. സോ എല്ലാവരും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്താൽ എനിക്കൊരു അഗ്രസീവ് ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും. അഗ്രസീവ് ഞാൻ വേറെ ഡിഫറെൻറ്റ് വീഡിയോസ് ഉണ്ടാക്കും. കുറച്ചുകൂടി ക്ലാരിറ്റി തരും. നമ്മളിവിടെ ഫൈൻഡ് ചെയ്യുന്നത് ട്രെൻഡാണ്. ഒരു ട്രെൻഡാണ് നമ്മൾ പിടിക്കുന്നത്. ഇവിടെ ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മളെ വേവ് സ്റ്റാർട്ടായി 1, 2, 3 പിന്നെ 4 and 5 എടുക്കുന്നു. അത് ആരും പറഞ്ഞിട്ടുണ്ടായില്ല. ആ ഒരു സമയത്ത് എല്ലാവരും പേടിയിലായിരുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ഇനി പേടിക്കാനൊന്നുമില്ല. ഇവിടെ തന്നെ ഈ ഏരിയയിൽ നമുക്ക് ഇനി അപ്കമ്മിങ് മൂവ് നമുക്ക് കിട്ടും. നിങ്ങൾ പണ്ടത്തെ വീഡിയോയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ പറഞ്ഞായിരുന്നു നമുക്ക് ഒരു അപ്കമ്മിങ് ടൈമിൽ ഒരു നല്ലൊരു റാലി നമുക്ക് കാണാം, അടുത്ത് തന്നെ കാണാം. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. കാരണം ഈ ഒരു സമയത്ത് ഇവിടെ എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം ആയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇവിടെ എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു ബേസിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കണ്ടോ, ഇതാ റെഗുലർ വ്യൂവേഴ്സ്ക്കൊക്കെ അത് എല്ലാം അറിയാമല്ലോ. അവർ കാണുന്നുണ്ടല്ലോ മന്ത്ലി. ലാസ്റ്റ് മന്ത് ഐ തിങ്ക് ഈ മാർച്ചിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ടൈമിലാണ്, ഈ ഒരു ടൈമിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇത് എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഇവിടെ എൻഡ് ചെയ്യുകയാണെങ്കിൽ അവർ അപ്കമിങ് ടൈമിൽ നല്ലൊരു റിവേഴ്സൽ നമുക്ക് കിട്ടും. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇവിടെ. എല്ലാം നമ്മൾ കറക്റ്റായിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഒത്തിരി പേർക്ക് ചിലപ്പോൾ പേടിയൊക്കെ ഉണ്ടാകും. പേടി വേണം. കാരണം പേടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ലിമിറ്റഡ് ട്രേഡ് ചെയ്യുള്ളൂ. ആൻഡ് അപ്കമിങ് ടൈമിൽ നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ നല്ലത്. നമ്മൾ പിന്നെ ചെറിയ പോയിൻറ്റ്സ് പിടിച്ചിട്ടല്ല ഇറങ്ങണത്. നമ്മൾ നല്ലൊരു ഇത് ആയിട്ട് നമ്മൾ ഇറങ്ങുള്ളൂ. പ്രോഫിറ്റിൽ നല്ലൊരു ബിഗ് ടാർഗറ്റ് വെച്ച് നമുക്ക് നന്നായിട്ട് പ്ലേ ചെയ്യാം അപ്കമിങ് ടൈമിൽ. ഓക്കെ, സോ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഡിസ്കഷൻ. ഇനി നെക്സ്റ്റ് എന്താണ്, അതാണല്ലോ എല്ലാവർക്കും. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് 1, 2, 3 ഈ സ്ട്രക്ചറാണ്. ആൻഡ് ഇവിടെ നമ്മൾ എക്സ്റ്റൻഡഡ് ഫിബൊനാച്ചി എടുക്കുക. ഇത് ആൻഡ് ദെൻ ഫ്രം ബോട്ടം ടു വേവ് 1ൻ്റെ ഹൈ ആൻഡ് വേവ് 2യുടെ ലോ. ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ലാസ്റ്റ് വീക്കും പറഞ്ഞായിരുന്നു എക്സ്റ്റൻഡഡ് ഫിബൊനാച്ചിയുടെ മിനിമം ടാർഗറ്റ് 127% ആണ്. തേർഡ് വേവിൽ ആവറേജ് ടാർഗറ്റ് 161.80%. ഇതെന്തായാലും അടിക്കേണ്ടതാണ് ആവറേജ് ടാർഗറ്റ്. ഓക്കെ, 23,477. അത് കഴിഞ്ഞിട്ട് അത് പിന്നെ 200% ആൻഡ് 261.80% വരെ ഈ തേർഡ് വേവ് അടിക്കാനുള്ള ഒരു പവർ ഉണ്ടാവും ഇതിനകത്ത്. അപ്പം നിങ്ങൾ ഈ കുറേ പേര് റിവേഴ്സൽ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. റിവേഴ്സൽ നോക്കേണ്ട ആവശ്യമില്ല. പ്രൈസ് ഇവിടെ സ്ലോ ആകും, ടോപ്പ് ഔട്ട് ആകത്തില്ല. സ്ലോ ആയാലും ടോപ്പ് ഔട്ട് ആകത്തില്ല. ഇതിനകത്ത് നമ്മുടെ ഷോർട്ട്, നിങ്ങൾ എത്ര ഷോർട്ട് അടിച്ചാലും എത്ര പി എടുത്താലും ഒന്നും കിട്ടാൻ പോകുന്നില്ല. മനസ്സിലായി? സ്കാൽപ്പൊക്കെ കിട്ടും, ഇല്ലാന്ന് പറഞ്ഞില്ല, സ്കാൽപ്പൊക്കെ കിട്ടും. ബട്ട് നമുക്ക് ഓപ്പോസിറ്റ് ട്രേഡ് ഈ ഡയറക്ഷനിൽ, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ട്രേഡ് എടുത്താൽ അവർ പ്രൈസ് മുകളിലേക്ക് കയറ്റി കൊണ്ടുപോകും. കാരണം എന്ന് വെച്ചാൽ ഈ പ്രൈസ് കയറ്റി കൊണ്ടുപോകുന്നതും ബിഗ് മണിയാണ്, ബിഗ് ഫണ്ട്സാണ്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ട്രാപ്പേ തന്നെ കിട്ടുകയുള്ളൂ. മനസ്സിലായോ? സോ നമ്മൾ നെക്സ്റ്റ് ടാർഗറ്റ് നമ്മൾ ഇത് മാർക്ക് ചെയ്ത് 477 ഐ തിങ്ക് കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് നമുക്ക് ഇത് കിട്ടും. നമുക്ക് ഇവിടെ നിന്ന് കറക്റ്റായിട്ട് നോക്കി മാർക്ക് ചെയ്യാം. ഓക്കെ, ലോ എക്സാക്ട് പിടിക്കുക ഇവിടെ. ഓക്കെ, ഇവിടെ ബോട്ടം. ഓക്കെ, കറക്റ്റാണ് ബോട്ടം. ഇനി ഇവിടുത്തെ ടോപ്പ് കൂടി കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ യെസ് 23,475. ഓക്കെ, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ്, നെക്സ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയാം. ബാക്കി താഴത്തെ ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? ഇതാണ് നമ്മുടെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആൻഡ് നെക്സ്റ്റ് ടാർഗറ്റ് 23,760. ഇത്ര വരെ പ്രൈസ് പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്കമിങ് ടൈമിൽ. ഈ തേർഡ് വേവ് തന്നെ. ഇനി 4th and 5th കിടക്കുന്നു. മനസ്സിലായോ? 3rd and 5th വേവ് ഇനി കിടക്കുന്നു. ഇത് ഫുള്ള് തേർഡ് വേവിൻ്റെ സ്ട്രക്ചറാണ്.
ഏതാ ഈ ഒരു സ്ട്രക്ചർ ഫുൾ തേർഡ് വേവിൻ്റെ തന്നെ സ്ട്രക്ചറാണ്. കൺഫ്യൂസ് ആവരുത്, ഒത്തിരി പേർക്ക് കൺഫ്യൂഷനായി കിടക്കുന്നു. ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഈ ഒരു ഫുള്ള് ഇത് തേർഡ് വേവിൻ്റെ സ്ട്രക്ചർ തന്നെയാണ്, മനസ്സിലായോ? സോ കൺഫ്യൂസ് ആവേണ്ട, ഈസിലി നമുക്ക് ട്രേഡ് ചെയ്യാം. ബുള്ളിഷ് സൈഡ് തന്നെ ട്രേഡ് എടുക്കാവുള്ളൂ. ബിയറിഷ് സൈഡ് ട്രേഡ് സ്കാൽപ്പിംഗ് കുടിക്ക് സ്കാൽപ്പിംഗ് മാത്രം ചെയ്യാം. ഡൗൺ സൈഡ് കിട്ടിയാൽ അപ്പോഴും നമുക്ക് ഇത് തന്നെ എടുക്കാവുള്ളൂ ട്രേഡ്. മറ്റേ ഡൗൺ സൈഡ് കിട്ടിയാൽ അപ്പോൾ തന്നെ നമുക്ക് മുകളിലേക്ക് തന്നെ ട്രേഡ് എടുക്കാവുള്ളൂ. ഓർ താഴേക്ക് എടുത്താൽ റിസ്ക് കൂടുതലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് നമ്മുടെ വേഗം സപ്പോർട്ട് റെസിസ്റ്റൻസിലേക്ക് കിടക്കാം. സപ്പോർട്ട് നെക്സ്റ്റ് ഇത് ബ്രേക്ക് ആയാൽ ഫർദർ കുറച്ച് ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. അത് എവിടെ വരെ കിട്ടുമെന്ന് വെച്ചാൽ ഡൗൺ സൈഡ് നോക്കൂ, ഇത് ഇവിടെ വരെ ഈ ഒരു ലോ. ഓക്കെ, 23,133 ആൻഡ് 23,065 ഇത്ര വരെ ഡൗൺ സൈഡ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. ഈ ഒരു ലോ ആൻഡ് അതുകൂടി ബ്രേക്ക് ആയാൽ നെക്സ്റ്റ് നമ്മുടെ ഇവിടെ ഓക്കെ 23,065 ആൻഡ് 23,000 അതൊരു മേജർ നമ്പർ തന്നെയാണ്, മാർക്ക് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, ഫർദർ അപ്പ് മൂവ് ഇതിൻ്റെ അബവ് തന്നെ ആയിരിക്കും. ഏത് 23,400 അബവ് തന്നെ ഫർദർ അപ്പ് മൂവ് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി റെസിസ്റ്റൻസ് നമുക്ക് ഫൈൻഡ് ചെയ്യാനാണെങ്കിൽ സ്മോൾ ടൈം ഫ്രെയിമിൽ ഇത് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഇതാണ്. ഇതൊരു ഓർഡർ ബ്ലോക്ക് കാണുന്നുണ്ടല്ലോ, ഓർഡർ ബ്ലോക്ക് OB. ഞാൻ ഇതാണ് പ്രിഫർ ചെയ്യുന്നത്, കാരണം വെച്ചാൽ സെല്ലിംഗ് ജനറേറ്റ് ആയത് ഇവിടെ നിന്നാണ്. 23,570 റെഡ് ക്യാൻഡിൽ കണ്ടോ, സ്പീഡി ഹെൽത്തി റെഡ് ക്യാൻഡിലാണ്. ഓക്കെ, ഇത് ഓർഡർ ബ്ലോക്കാണ്, ബട്ട് നമ്മൾ ഈ റെഡ് ക്യാൻഡിലെ ഹൈ ആണ് നമ്മൾ പിടിക്കാറുള്ളൂ. ഓക്കെ, യൂഷ്വലി അവിടെ ഒരു വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് മുന്നേ തന്നെ ഇറങ്ങുക. ഓക്കെ, അവിടെ നിന്ന് ഒറ്റയടിക്കുന്ന താഴെ വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൊത്തം കൊളേസ് പൈപ്പ് പോകും. അതുകൊണ്ട് നേരത്തെ ഇറങ്ങാനാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ കമൻറ്റ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ആൻസർ തരാൻ ഞാൻ റെഡിയാണ് എപ്പോഴും. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ഡൗട്ടായിരിക്കും, സർ ഇപ്പോൾ മീൻസ് ഇത്രയ്ക്ക് പ്രൈസ് മുകളിലേക്ക് പോയി, ബട്ട് നമുക്ക് ഇവിടുന്ന് എൻട്രി എങ്ങനെ എടുക്കണം? കാരണം വെച്ചാൽ നമുക്ക് പേടിയുണ്ടാകും. പേടിയുണ്ടെങ്കിൽ എന്താ ചെയ്യുക? 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ വരിക. ഓക്കെ, 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ വന്ന് പ്രൈസ് റെസിസ്റ്റൻസിൻ്റെ അടുത്ത് ഇവിടെ എത്തി. ഞാൻ ഇൻ ഷോർട്ട് ഞാൻ പറയാം, ഇന്നലെ ഞാൻ എങ്ങനെ ട്രേഡ് ചെയ്തു എന്ന് പറയാം. അതല്ലേ കുറച്ച് ബെറ്റർ, അതാണ് കുറച്ച് ബെറ്റർ ആയിരിക്കും. ആൻഡ് ഇവിടെ പ്രൈസ് സ്ലോ ആയി ടോപ്പ് അടിക്കാൻ നേരത്തെ മാർക്കറ്റ് എന്ത് ചെയ്യും? എൻറ്റി ഡയനൽ പാറ്റേൺ ഉണ്ടാക്കും. ഞാൻ മോസ്റ്റ്ലി ഇങ്ങനെയാണ് നോക്കാറുള്ളൂ. കണ്ടോ, എൻഡിങ് ഡയനൽ പാറ്റേൺ മാർക്കറ്റ് ഇവിടെ നമ്മളത് ഫൈൻഡ് ചെയ്യണം, നോക്കണം. ഇപ്പോൾ പ്രൈസ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ടോപ്പ് അടിക്കാൻ നേരത്തെ ഏത് പാറ്റേണാണ് ഫോം ചെയ്യണത്? എൻറ്റി ഡയനൽ പാറ്റേൺ അല്ലേ ഫോം ചെയ്യാറുള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ഇത് ശ്രദ്ധിച്ചാലേ നമുക്കത് പിടികിട്ടുള്ളൂ. ബോട്ടം വരുമ്പോൾ അത് തന്നെയാണ്. ബോട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പോഴും അങ്ങനെ തന്നെ, ടോപ്പ് അടിക്കാൻ എടുത്തും അങ്ങനെ തന്നെയാണ്. നമ്മളതൊക്കെ ഓരോരോ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി മനസ്സിലാവും. യെസ്, ഇവിടെ ഇനി പ്രൈസ് സ്ലോ ആയി എൻറ്റി ഡയനൽ പാറ്റേൺ ആണ്. റെസിസ്റ്റൻസ് കൂടിയാണ്. റെസിസ്റ്റൻസ് ഞാൻ ഇവിടെ 360 കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രൈസ് ഇവിടെ നിന്ന് 40 പോയിൻറ്റ്സ് കൂടി മുകളിലേക്ക് പോയി. ബട്ട് ഈ എൻറ്റി ഡയനൽ പാറ്റേൺ ഫോം ചെയ്യാതെ തന്നെ എന്തെങ്കിലും കിട്ടുക കാണും, ഒന്നും മര്യാദയ്ക്ക് മൂവ് കിട്ടിയിട്ടുണ്ടാവില്ല. സോ പ്രൈസ് ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ഇവിടെയാണ് ഈ ബ്രേക്ക് ഡൗൺ ആയത്. കണ്ടോ, ഹോൾഡ് ചെയ്തു ആൻഡ് സഡൻ റെഡ് ക്യാൻഡിൽ. പിന്നെ പ്രൈസ് മുകളിലേക്ക് കൊണ്ടുപോയി. മുകളിലേക്ക് കൊണ്ടുപോകാൻ എടുത്ത് എന്തായി? പ്രൈസ് ഇവിടുന്ന് സഡൻ ഡൗൺ വന്നല്ലോ, ഇവിടുന്ന് ബ്രേക്ക് ചെയ്തു ഡൗൺ ആയി. പിന്നെ പ്രൈസ് ബൗൺസ് ചെയ്യാനും ബുള്ളിഷ് അല്ല. ഇത് ഫുള്ള് വേവ് 1 ആണ്. വേവ് 2 സ്മോൾ ടൈം ഫ്രെയിം, കുഞ്ഞ് ടൈം ഫ്രെയിം, 1 മിനിറ്റ് ടൈം ഫ്രെയിം. വേവ് 2 ആണ് ഇത്. ഓക്കെ, ഇത് ഫുൾ 1 വേവായി, ഇത് വേവ് 2 ആണ്. വേവ് 2യുടെ ബൗൺസ് ആണ്. അപ്പോൾ സഡൻ വേഗം എന്ത് ചെയ്യണം? ഫിബൊനാച്ചി എടുക്കാം, ഫിബിൾ ട്രേസ്മെൻറ്റ്. ആൻഡ് ഇതിങ്ങനെ വെച്ചാൽ മതി. 81.20 അബവ് പോകാൻ പാടില്ല. എത്ര വന്നു? 61.80 അല്ലേ വന്നതുള്ളൂ. അവിടെ വരെ വന്നുള്ളൂ. ശരിക്കും ഇവിടെ വരെ വന്നിട്ട് ഇവിടെ നിന്ന് റിജക്ഷൻ എടുക്കേണ്ടതാണ്. അത്ര ഒരു പ്രോ ഇല്ല. ദാറ്റ് മീൻസ് പ്രൈസിന് നല്ല വീക്ക്നെസ് ഉണ്ട്. ഇതിൻ്റെ SL ഇതിൻ്റെ അബവ് 5 പോയിൻറ്റ്സ് 10 പോയിൻറ്റ്സിൻ്റെ SL വെച്ച് നമുക്ക് പ്ലേ ചെയ്യാൻ കണ്ട. പ്രൈസ് സെക്കൻഡ് വേവ് ആണെങ്കിൽ ഇതിൻ്റെ അബവ് പോവില്ല, റിജക്ഷൻ എടുത്ത് താഴേക്ക് തന്നെ വരും. ആൻഡ് താഴേക്ക് വരാൻ തുടങ്ങി. അത് ഓക്കെ, താഴേക്ക് വരാൻ തുടങ്ങി. ഇതേതായി? തേർഡ് വേവ് ആയി. കണ്ട, തേർഡ് ഇവിടെ തീർന്നു. ഫോർത്തിൻ്റെ ബൗൺസ് ആൻഡ് ഫിഫ്ത്ത്. ഓർ ABC സ്ട്രക്ചർ വേണമെങ്കിൽ ഇത് വായിക്കാം. ഞാൻ യൂഷ്വലി പറയുന്നുണ്ട് ABC 1 2 3 മാത്രം കൗണ്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ 1 2 3 ഓർ ABC കൂടുതൽ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ.
ഓക്കെ. സോ ഇനി ഇത് എന്താണ് നമ്മുടെ ഇമ്പൾസ് നോക്കുവാണെങ്കിൽ ലിറ്റ് വേവിൻ്റെ ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഇവിടെ വരെ 1, ഇതായിരുന്നു 2, 3, 4th ബൗൺസ് ആൻഡ് 5th ബൗൺസ്. 5 ബൗൺസ്, 5 താഴേക്ക് നമുക്ക് 5 മൂവ് താഴേക്ക് കിട്ടി. 4 കിട്ടുമ്പോൾ തന്നെ മാറേണ്ടതാണ് അവിടെ. ഓക്കെ. പിന്നെ താഴെ ഒരു സപ്പോർട്ടിലേക്ക് വന്നു. ഏത് സപ്പോർട്ടിലേക്ക് വന്നു? ഇത് കണ്ടോ, ഇവിടെ നിന്നല്ലേ പ്രൈസ് ബ്രേക്ക് ഔട്ട് ആയത്. ഇത് കണ്ടോ, ഇത് ഇവിടെയാണ് പ്രൈസ് ബ്രേക്ക് ഔട്ട്. സോ അതാണ് അതിൻ്റെ ഒരു ലോ. എക്സാക്ട്ലി അത് സപ്പോർട്ടാണ് 23,280 ഓർ റൗണ്ട് നമ്പറാണ് 23,300. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഓട്ടോമാറ്റിക്കലി പ്രൈസ് അവിടെ വന്നിട്ട് അവിടെ നിന്ന് റിവേഴ്സൽ എടുക്കും. മനസ്സിലായോ? ആൻഡ് 5 മൂവ് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയേണ്ടത്? ബൗൺസ് വരേണ്ടതാണ്. ഓക്കെ, ഇവിടുന്ന് ബൗൺസ് വരേണ്ടതാണ്. ബൗൺസ് എവിടെ വരെ? 61.80 ഓർ 81.20. 61.20 എന്ന് നമ്മൾ എപ്പോഴും ഇത് വയ്ക്കുക. ഈ ബൗൺസ് വരേണ്ടതാണ് 61.80. ബൗൺസ് എത്ര വരെ വന്നു? 81.20 ഷാർപ്പ് 81.20 ഉണ്ടോ? ഷാർപ്പ് 81.20 ആണ് ആ ഒരു ബൗൺസ് എന്നൊക്കെ. ഷാർപ്പ് എന്ന് പറഞ്ഞാൽ 2 ഷാർപ്പായിരുന്നു. മനസ്സിലായോ? എക്സാക്ട്ലി അത്ര തന്നെയാണ് ആ ഒരു ഇത് വന്നേക്കണാണ് പ്രൈസ്. മനസ്സിലായോ? ഇതൊക്കെ നമ്മൾ ട്രാക്ക് ചെയ്താൽ ലൈവ് മാർക്കറ്റ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാലേ പിടികിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ രാവിലെ ഞാൻ ഫുൾ ടൈം ഞാൻ ഇവിടെ വെയിറ്റിങ്ങിലായിരുന്നു. എന്താണ് എനിക്കും സ്ട്രക്ചർ മനസ്സിലാവില്ല. പ്രൈസ് താഴേക്ക് വന്നു, ഇവിടെ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് കയറണം. ഇവിടെ മാത്രം ഒരു പിടി കിട്ടി. ഇപ്പോൾ ഇത് ബ്രേക്ക് ഔട്ട് ആണല്ലോ, ഈ ഏരിയയിൽ ബ്രേക്ക് ഔട്ട് ആണല്ലോ മാത്രമേ എനിക്ക് പിടികിട്ടുള്ളൂ. നമ്മളിവിടെ ചെറിയൊരു സ്കാൽപ്പ് നോക്കി, ഓക്കെ ഫൈൻ. അത് കഴിഞ്ഞിട്ടാണ് പ്രൈസ് ഇവിടെ എൻറ്റി ഡയൽ പാറ്റേൺ തുടങ്ങി. എന്നുവെച്ചാൽ ഇവിടെ റെസിസ്റ്റൻസ് ഏരിയ ആണ്. സോ ഇവിടെ എൻറ്റി ഡയൽ പാറ്റേൺ ഫോം ആവാൻ നേരത്തെ ആ ഒരു ടൈമിങ്ങിൽ തന്നെ ഞാൻ നമ്മുടെ ഇതിൽ യൂട്യൂബ് സെക്ഷനിൽ ഞാൻ കമൻറ്റ് ചെയ്തായിരുന്നു. യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ തന്നെ ഞാൻ കമൻറ്റ് ചെയ്തായിരുന്നു. പ്രൈസ് ഇനി ഇവിടെ എൻറ്റി ഡയൽ പാറ്റേൺ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 23,360 റെസിസ്റ്റൻസ് ആണ്. നോക്കി ഉച്ചയ്ക്ക് ഐ തിങ്ക് ഒരു മണി 1-2 മണിയായപ്പോൾ ആണ് പ്രൈസ് ഇത് ഇവിടുന്ന് ഇതിൻ്റെ ടോപ്പ് ഔട്ട് ആയിട്ട് താഴേക്ക് ബ്രേക്ക് ഡൗൺ തന്നെ. ഇനി എന്താണ് നെക്സ്റ്റ് ഇത് ABC ആണോ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക. ഇനി പ്രൈസ് ഇതിൻ്റെ അബവ് പോയില്ലെങ്കിൽ, ഇപ്പോൾ സ്മോൾ സ്ട്രക്ചറാണ് ഞാൻ പറയണേ. ഇത് 1, 2, 3, 4, 5 ആയി ബൗൺസ് തന്നു. 1, 2, 3 ബൗൺസ് തന്നു. ഇനി 81,220 പോയിന്റ് അബവ് മോർണിംഗ് ഓപ്പൺ ആയില്ലെങ്കിൽ മൺഡേ പ്രൈസ് ഇവിടുന്ന് റെസിസ്റ്റൻസ് എടുത്ത് താഴേക്ക് തന്നെ വരേണ്ടതാണ്. ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആയാൽ ബുള്ളിഷിലേക്ക് പോയി. മനസ്സിലായോ? ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആയാൽ ബുള്ളിഷ് സ്ട്രക്ചറിലേക്ക് ആകും. ഓർ അല്ലെങ്കിൽ താഴേക്ക് 1, 2, 3, 4, 5 1, 2, 3 സ്ട്രക്ചറിൽ താഴേക്ക് വരേണ്ടതാണ്. ഓക്കെ, താഴേക്ക് ഫർദർ ഡൗൺ സൈഡ് വരേണ്ടതാണ്. ഇതിൻ്റെ അബവ് പോയി ഇല്ലെങ്കിൽ, ഇതിൻ്റെ അബവ് പോയാൽ റിജക്ഷൻ. ദാറ്റ് മീൻസ് അപ്പോൾ നോക്കേണ്ട പ്രൈസ് ഫർദർ അപ്പ് സൈഡിലേക്കാണ്. ഓക്കെ, കാരണം അപ്പോൾ അവർ ബിഗർ ടൈം ഫ്രെയിമിലാണ് ചിന്തിക്കുന്നത്, സ്മോൾ ടൈം ഫ്രെയിമിലല്ല. ഓക്കെ, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സ്ട്രക്ചർ നോക്കിയാൽ മതി ആ ഒരു സമയത്ത്. ഓക്കെ, അപ്പോൾ നോക്കാനുള്ളത് സ്ട്രക്ചർ എന്താണ്? ഇത് ഫുൾ 1 ആണ്, ഇവിടെ വരെ 2 ആണ്, ആൻഡ് തേർഡ് ഓൺ ഗോയിങ് ആയിരിക്കും ആ ഒരു സമയത്ത്. ഓക്കെ, തേർഡ് ഓൺ ഗോയിങ് ആയിരിക്കും. ശരി, ഓക്കെ, ഇത്രേ ഉള്ളൂ ഇനി പറയാനുള്ളത്. വേഗം നമുക്ക് ഇനി ഫർദർ, ഞാൻ സമയം കളഞ്ഞില്ല, വേഗം ബാങ്ക് നിഫ്റ്റി സ്ട്രക്ചർ ഫർദർ സ്ട്രക്ചറിൽ കിടക്കാം. ബാങ്ക് നിഫ്റ്റി ആൻറ്റി ഡയൽ പാറ്റേൺ ഫോം ചെയ്തിട്ടും പ്രൈസ് ബുള്ളിഷാണ്. ബുള്ളിഷ് എന്തിനാണ്? ഇത് എത്രയ്ക്ക് ബുള്ളിഷ് എന്താണെന്ന് അറിയാമോ? ഇത് ബിഗർ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 1 hour ടൈം ഫ്രെയിമിലാണ് ഞാൻ ABC സ്ട്രക്ചർ എന്ന് കാണിച്ചത്. ABC ഇവിടെ നിന്നാണ് ഇത് കണ്ടോ, ABNC. ഓക്കെ, ബട്ട് ഇപ്പോൾ 1 day ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ അതിലും ABC സ്ട്രക്ചറാണ് ഇവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. 1 day ടൈം ഫ്രെയിമിലും ഇത് ഇവിടുന്ന് ഇതൊക്കെ ഫുൾ, ഇത് AI, ഇത് BI, C സ്റ്റിൽ ആക്ച്വലി C ഇതിൻ്റെ ഒപ്പമായി 100% ആയി ഫർദർ അപ്സൈഡ് പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. ബട്ട് ഈ ഒരു സമയത്ത് ഡെയിലി ടൈം ഫ്രെയിമിൽ, ഓക്കെ, ആ ഒരു സമയത്ത് നമ്മൾ ഇത് നോക്കുകയാണെങ്കിലല്ലോ ഇത് സപ്പോർട്ടാണ്. ഓക്കെ, സോ അപ്സൈഡ് സ്റ്റിൽ ഒരു വീക്ക്നെസ് ഇല്ല നമ്മുടെ ഇതിൽ ബാങ്ക് നിഫ്റ്റിയിൽ. കണ്ട 100% അച്ചീവ് ചെയ്തു. ഇനി ഫർദർ 127% ഇനി കിടക്കുന്നത് 51,187 ആൻഡ് 61.80% വരെ പോകാനുള്ള ചാൻസസ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിലും ഇനിയും കാണാൻ നമുക്ക് അപ്കമിങ് ടൈമിൽ നമുക്ക് കാണാം. ഓക്കെ, മീൻസ് പ്രൈസ് സ്റ്റിൽ ബുള്ളിഷാണ്. ഇനി
എപ്പോഴാണ് ഡെയിലി ടൈം ഫ്രെയിമിൽ ഇനി എപ്പോഴാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആവണം ഇനി 50,000 ഈ ഒരു ഹൈ ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ. ബട്ട് ഇനി അങ്ങോട്ട് കോഷ്യസ് വേണം. കാരണം വെച്ചാൽ കോഷ്യസ് വേണമെന്ന് വെച്ചാൽ ബുള്ളിഷ്നെസ് ഉണ്ട് പ്രൈസിൽ, ബുള്ളിഷ്നെസ് ഉണ്ട്. ബട്ട് ഇത് അത്രയ്ക്ക് റീട്രേസ്മെൻറ്റ് തരാതെയാണ് അത്രയ്ക്ക് അപ്പ് സൈഡിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഇനി കോഷ്യസ് വേണം. ഓക്കെ, വേഗം നമ്മുടെ 1 hour ടൈം ഫ്രെയിമിൽ നോക്കാം. 1 hour ടൈം ഫ്രെയിമിൽ നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ABC സ്ട്രക്ചർ ആൻഡ് സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ സ്ട്രക്ചർ ഇത് തന്നെയാണ്. വേറെ ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. 15 minutes ടൈം ഫ്രെയിമിൽ പോകാം. 15 minutes ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 15 minutes ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഇനിയും ഫർദർ ഡൗൺ സൈഡ് ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആകുമ്പോഴത്തേക്കുള്ളൂ. ഓക്കെ, സപ്പോർട്ട്സ് ഫർദർ അപ്പ് സൈഡ് ഇതിൻ്റെ അബവ് ആയിരിക്കുള്ളൂ. സ്മോളസ്റ്റ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു റംബാണ് 50,500. ഡൗൺ സൈഡ് ഇതിൻ്റെ ബിലോ ആയിരിക്കുള്ളൂ. ഓക്കെ, 50,500 നല്ലൊരു റംബ. ഇത് നല്ലൊരു കൺസൾട്ടേഷൻ ആയിട്ടുണ്ട്. ഇനി ഫോർ ഫേക്ക് ഔട്ട് കാണിച്ചിട്ടാണോ ഇനി ഡംപ് ചെയ്യുന്നത്, അതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്സൈഡ് ഇതിൻ്റെ ബിലോ തന്നെ നോക്കിയാൽ മതി കേട്ടോ. ഇനി ഈ ഒരു ഹൈഡ് അബൌട്ട് തന്നെ. അത് സ്മോൾ സ്ട്രക്ചർ എനിക്ക് കൗണ്ട് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ല. പ്രൈസ് ബുള്ളിഷ് തന്നെയാണ്. മൂവ്സ് ഇതിനകത്ത് 1 2 3 4 ഫുൾ 5 എൻഡിങ് ഡയൽ പാറ്റേൺ ഫുൾ ഫോം ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഫോം ആയിട്ടില്ല. ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ഇത് ടോപ്പ് ഔട്ടായി. ബട്ട് ഇപ്പോൾ അതൊന്നും കാണുന്നില്ല. ഐ തിങ്ക് ഇത് റീട്രേസ്മെൻറ്റ് കുറച്ച് തരേണ്ടതാണ്, കുഞ്ഞു റീട്രേസ്മെൻറ്റ്. ഇതിൻ്റെ അബവ് വീണ്ടും ബുള്ളിഷ് ആകും. ഈ ഒരു ഹൈഡ് അബവ് വീണ്ടും ബുള്ളിഷ് ആകും. റീട്രേസ്മെൻറ്റ് തന്നിട്ട് പിന്നെ പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും. ഓക്കെ, ഇതിനകത്ത് വേറെ ഒന്നും എനിക്ക് പറയാനൊന്നുമില്ല കേട്ടോ. BNFൽ റെസിസ്റ്റൻസ് ഒക്കെ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഇവിടുന്ന് ഒരു ഇങ്ങനെ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ വന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കണം എല്ലാവരും കൂടി. ഓക്കെ, വീഡിയോ ഒത്തിരി ലോങ് ആണ്. ബട്ട് എല്ലാവരും കറക്റ്റ് ചെയ്ത് കണ്ടാലേ മാത്രമേ എക്സാക്റ്റ്ലി അത് മനസ്സിലാവുള്ളൂ. ഓരോരോ കാര്യങ്ങൾ ഡീപ്ലി, ഇത്രയ്ക്ക് ഡീപ്ലി ആരും പറഞ്ഞു തരത്തില്ല. ഓക്കെ, അത്രയ്ക്ക് ഡീപ്ലി ആരും ഒരു മനുഷ്യൻ പറഞ്ഞു തരത്തില്ല. എത്രയ്ക്ക് ഡീപ്ലി ആണെന്ന് നിങ്ങളുടെ കൂടെ അനാലിസിസ് ചെയ്യുന്നത്. ഇത് കണ്ട സെൻസെക്സ് ചാനലിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ സ്റ്റിൽ ഇതിൻ്റെ അകത്ത് തന്നെയാണ്. സോ ഇതിനകത്ത് എനിക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. വീക്ക്നെസ് ഒട്ടും കാണുന്നില്ല. ബ്രേക്ക് ഡൗൺ ആയാൽ മാത്രമേ വീക്ക്നെസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഓക്കെ, സോ സ്റ്റിൽ ഇതിൻ്റെ അകത്താണ്. ബാക്കി ലെവൽസ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് ലെവൽസ് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫർദർ അപ്സൈഡ് ഈ ഹൈഡ് അബവ് ആയിരിക്കുള്ളൂ. വീക്ക്നെസ് ഈ ലോഡ് ബിലോ ആയിരിക്കും. നെക്സ്റ്റ് സപ്പോർട്ട് ഇതാണ്. ഇതൊക്കെ ഗ്രീനാക്കി മാർക്ക് ചെയ്തേക്കണം സപ്പോർട്ട്സ് എല്ലാം. ഓക്കെ, ഇനി നമ്മൾ ബാക്ക് എക്സ്റ്റെൻഡഡ് ആണ്. ഈ ചാനലിൻ്റെ അകത്താണെങ്കിൽ സ്ലോലി അപ്പ് സൈഡ് മൂവ് തന്നെ നമുക്ക് പ്ലേ ചെയ്യാവുള്ളത്. ഇനി അപ്പ് മൂവ് റെസിസ്റ്റൻസ് മൂവ് ആണെങ്കിൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഇതാണ്. ഓക്കെ, 77,400. പ്രൈസ് ബുള്ളിഷ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ എന്തിനാണ് ഇതാവണത്? ഇത്ര നാൾ പ്രൈസ് ഇതായിരുന്നു, വീക്കായിരുന്നു. സോ നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, എന്താണ് ഇത്, പ്രൈസ് എപ്പോഴാണ് മുകളിലേക്ക് പോവുക, ഫുള്ള് ബോട്ടം അടിച്ചുകൊണ്ട് മറ്റേ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഇനി മുകളിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും ഇത് തന്നെയാണ്. പ്രൈസ് എന്താ താഴേക്ക് എന്താ വരാത്തത്, മുകളിലേക്ക് പോകണമെങ്കിൽ പോട്ടെ. അതല്ലേ പ്രോപ്പർ ട്രാപ്പ് എന്ന് പറയുന്നത്. അതാണ് കാരണം എന്ന് വെച്ചാൽ അവർക്ക് നമ്മളെ പോലത്തെ റീറ്റേഴ്സിന് പൈസ തരാൻ താല്പര്യമൊന്നുമില്ല. അതാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ നോർമലി എന്തെങ്കിലും ഇതാവേണ്ടതാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യ മാർക്കറ്റ് ആകെ കൺഫ്യൂസിങ് ആണ്. സോ അതുകൊണ്ട് നോക്കി ട്രേഡ് ചെയ്യുക. കുറച്ച് നാൾ ഇതൊക്കെ ഉണ്ടാകും. നമ്മൾ അതനുസരിച്ച് മാറണം. എന്നിട്ടേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, ട്രേഡിങ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പ്രൈസ് ഹോൾട്ടായി. ABC സ്ട്രക്ചർ 1 2 3 സ്ട്രക്ചർ തന്നെ പ്രൈസ് ഹോൾട്ടായി കിടക്കണം ഇപ്പോൾ കേട്ടോ. ഞാൻ ലാസ്റ്റ് പറഞ്ഞപ്പോൾ 3 ഹോൾട്ട് ചെയ്യേണ്ടതാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ എൻഡിങ് ടൈം പാറ്റേൺ കൂടി ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്. യെസ്,
കണ്ടോ എൻ ഡി നയൽ പാറ്റേൺ ഫോം ചെയ്യാനുള്ള ഒരു ഇതിലാണ് ആയിട്ടില്ല. അതിൻ്റെ എൻ ഡി നയലിൽ ഫുള്ള് 1 2 3 1 2 3 4 and 5 കംപ്ലീറ്റ് ചെയ്യാൻ കിടക്കുന്നുള്ളൂ. ആയിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. ബട്ട് യെസ്, ഇനി ഹോൾഡ് ചെയ്തിട്ടാണ് പിന്നെ താഴേക്ക് വരുള്ളൂ. ഇവിടെ തന്നെ കൺസൾട്ടേഷൻ ഉണ്ടാവും, മേ ബി കുറച്ച് മൺഡേ മേ ബി ഇവിടെ തന്നെ കൺസൾട്ടേഷൻ ഉണ്ടാവും. സഡൻ ഫോൾ വന്നാൽ വേറൊരു കാരണം, ബട്ട് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഒരു ചെറിയൊരു വീക്ക് സൈൻ. താഴേക്ക് വന്നാലും വീഡിയോ ചിലപ്പോൾ ബൈങ് തന്നെ വരാനുള്ള ചാൻസസ് ഉണ്ടാകും. നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബാക്കി ലെവൽസ് ഇതിനകത്ത് ഓൾറെഡി നമ്മുടെ ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ സപ്പോർട്ട് വേണമെങ്കിൽ ഇത് നമുക്ക് മാർക്ക് ചെയ്യാം. ഇതുമായി സപ്പോർട്ട് സഡൻ ഇത് തന്നെ ഒരു സഡൻ 2 സപ്പോർട്ട് ഉണ്ട് ഇവിടെ. സഡൻ ഒരു 2 സപ്പോർട്ടാണ്. ഞാൻ നോക്കുക കറക്റ്റായിട്ട്. 11,320, 11,285 2 സപ്പോർട്ട്സ് ഉണ്ട്. വീക്ക് ആവുന്നത് ഇനി ഈ ലോ ബ്രേക്ക് ആയാൽ മാത്രമേ വീക്ക് ആവുള്ളൂ. ഓക്കെ, 11,420 ഈ ഏരിയയിൽ കൺസൾട്ടേഷൻ ഉണ്ടാവുള്ളൂ. സ്ലോലി മാത്രമേ കൺസൾട്ടേഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ബാക്കി ലെവൽസും എല്ലാം ഓൾറെഡി ഇതിനകത്തുണ്ടല്ലോ നമ്മുടെ. ഓക്കെ, സർവത്തേശ് എന്ന് പറയാനില്ല. വീഡിയോ ഒത്തിരി ലോങ് ആയി, സോറി. ലേൺ ചെയ്യുക അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. സോ പ്ലീസ് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യണം. താങ്ക് യു.